MLA സംഭവം വാർത്താ സമ്മേളനം വിളിച്ചു കൂട്ടിയപ്പോഴാണ് ഞങ്ങൾ ഇതിന്റെ കുറെ കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അറിയാൻ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ മോനെ കൊന്നത്, റിദാനെ കൊന്നത് ഈ ഷാൻ തന്നെയാണ് ഞങ്ങൾക്ക് അറിയാം. പക്ഷെ എങ്കിലും അതിന്റെ പിന്നിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. എടവണ്ണയിലെ റിദാൻ ബാസിലിന്റെ കൊലപാതക കേസ് CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കൊല്ലപ്പെട്ട റിദാന്റെ കുടുംബം ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA നടത്തിയ ആരോപണങ്ങൾക്കൊപ്പം എടവണ്ണ കൊലപാതക കേസിനെ പറ്റി പരാമർശിച്ചിരുന്നു. റിദാനെ കൊന്നത് ഷാൻ തന്നെയാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഇതിന്റെ പിന്നിൽ ആരൊക്കെയുണ്ടെന്ന് വിശ്വസിക്കുന്നു. പോലീസിലുള്ള വിശ്വാസം നഷ്ടമായെന്നും കൊല്ലപ്പെട്ട മുഹമ്മദ് റിദാന്റെ ബന്ധുക്കൾ പറഞ്ഞു. ഈ ഷാൻ മാത്രമാവില്ല ഇതിന്റെ ബാക്കിൽ എന്നുള്ളതാണ് ഞങ്ങൾക്ക് അന്നേ ഒരു സംശയമുണ്ടായത്. അതേപോലെ തന്നെ എന്റെ മോൻ ആദ്യം പിടിക്കപ്പെടുന്നത് ഈ MDMA എന്ന് പറഞ്ഞിട്ട് കൊണ്ടോട്ടിന്ന് ഡാൻസ് അപ്പ് എന്ന് പറയുന്ന ടീമാണ്. ആ ടീം ശരിക്ക് എന്റെ മോനെ കുടുക്കിയതാണെന്നും ഒരു കാരിയർ വെച്ചിട്ട് അത് ചെയ്യിപ്പിച്ചാണ് എന്നുള്ളതൊക്കെ പിന്നീടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അത് പഴയ റിപ്പോർട്ടർ ചാനലിൽ ഒരു ചോദ്യം ചെയ്തപ്പം അവിടെ ഉള്ള ഒരാൾ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ട്. റിദാന്റെ കയ്യിലുണ്ടായിരുന്ന ഐഫോണും മറ്റൊരു ഫോണും കണ്ടെത്താൻ ഇതുവരെ പോലീസിനായിട്ടില്ല. MDMA കേസിൽ താൻ നിരപരാധിയാണെന്നും ഡാൻസ് ഓഫ് ടീമാണ് തന്നെ കുടുക്കിയതെന്നും തെളിവുകൾ കയ്യിലുണ്ടെന്നും റിദാൻ പറഞ്ഞിരുന്നതായും ഇവർ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് അന്ന് SP ഓഫീസിൽ പോയിരുന്നു. പ്രതി മുഹമ്മദ് ഷാൻ ജാമ്യത്തിലിറങ്ങിയാൽ 40 ലക്ഷം രൂപ നൽകുമെന്നും അത് കിട്ടിയാൽ കേസ് ഒത്തുതീർപ്പിന് തയ്യാറാകുമോ എന്നും അന്നത്തെ ജില്ലാ പോലീസ് മേധാവി S സുജിത്ദാസ് ചോദിച്ചിരുന്നു. ഇല്ലെന്നായിരുന്നു ഞങ്ങളുടെ മറുപടി. കേസിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ടു പോകുമെന്ന് SP ഉറപ്പു നൽകി. എന്നാൽ പിന്നീട് റിദാന്റെ ഭാര്യയെ മോശമായി ചിത്രീകരിക്കാൻ പോലീസ് ശ്രമിച്ചു. ഇതിനായി റിദാന്റെ ഭാര്യയെ പോലീസ് സ്റ്റേഷനിൽ ക്രൂരമായി മർദ്ദിച്ചു, ജയിലിലാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. അൻവർ MLAയുടെ ആരോപണം വന്നതോടെ പോലീസിൽ വിശ്വാസമില്ലാതായെന്നും MLA പറഞ്ഞപ്പോഴാണ് കുറെ കാര്യങ്ങൾ അറിഞ്ഞതെന്നും കുടുംബം പറഞ്ഞു. CBI അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും കുടുംബം അറിയിച്ചു. 2023 ഏപ്രിൽ 22 പെരുന്നാൾ ദിനത്തിലാണ് എടവണ്ണ ചെമ്പകുത്ത് അറയിലകത്ത റിദാൻ ബാസിലിനെ വീടിന് സമീപത്തെ പുലിക്കുന്നുമലയിൽ വെടിയേറ്റ നിലയിൽ കണ്ടെത്തിയത്. 3 വെടിയുണ്ടകളാണ് റിദാന്റെ ശരീരത്തിലുണ്ടായിരുന്നത്. സംഭവത്തിൽ റിദാന്റെ സുഹൃത്ത് എടവണ്ണ മുണ്ടേങ്ങര കൊളപ്പാടൻ മുഹമ്മദ് ഷാനെ ഏപ്രിൽ 24 പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെ കേസിലെ കൂട്ടുപ്രതികളായ 7 പേരെയും അറസ്റ്റ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല. എംപയർ കോളേജ് ഓഫ് സയൻസ്, മൂടാർ, കുറ്റിപ്പുറം, മലപ്പുറം.